കണ്ടുപിടിക്കുക. അവനും നിൻ്റെ സെയിം ഏജ് അല്ലേ, അവനിപ്പം ചെയ്യുന്ന കാര്യങ്ങൾ നോക്ക്, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ, ചിലരൊക്കെ പറഞ്ഞു കേൾക്കാം. അപ്പം നമ്മളാവുക. മറ്റൊരാളെ നമ്മൾ കോപ്പി ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അയാൾ ചിലപ്പോൾ സക്സസ് ആയിട്ടുണ്ടാവും, നമ്മൾ സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. നമ്മളാവുന്നിടത്ത് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ച് നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും. നമ്മളാവണമെങ്കിൽ നമ്മളുടെ ഗുണവും ദോഷവും നമ്മൾ തന്നെ തിരിച്ചറിയണം. നമ്മുടെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, നമുക്ക് എന്തിലാണ് കഴിവുള്ളതെന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകണം. നമ്മളായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവർക്കൊന്നും ദോഷം ചെയ്യാതെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ നമ്മൾ ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നെഗറ്റീവായി മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. നമ്മൾ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും. അവരുടെ ജീവിതത്തിലുള്ള നല്ല ഗുണങ്ങൾ നമുക്ക് പകർത്താനായിട്ട് പറ്റും. അത് പകർത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അവരെ പോലെ തന്നെ ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ചിലപ്പോൾ സാധിക്കാത്ത ഒന്നായിട്ട് മാറാം. അവർ പല കാര്യങ്ങളിലും അവർക്ക് സ്കില്ലുണ്ടാവും, അതവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവരുടെ പോലെ നമുക്ക് സക്സസ് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല.